തിരുവനന്തപുരം വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി ഇൻചാർജ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തു. അടുത്ത വർഷം മെയ്യിൽ വിരമിക്കാനിരിക്കെയായിരുന്നു മരണം. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1.5 വർഷത്തിൽ കൂടുതലായി സസ്പെൻഷനിലായിരുന്നു. സാമ്പത്തിക ബാധ്യതയാണ് മരണകാരണമെന്നാണ് പോലീസ് നിഗമനം. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഈയൊരു ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള 1.5 വർഷമായുള്ള സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായിരുന്നു ഇദ്ദേഹം. അതുമായി ബന്ധപ്പെട്ട് വലിയ മാനസിക സമ്മർദ്ദവും മറ്റ് പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീടിന് പുറത്ത് മരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തി, അതായത് ആത്മഹത്യ ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ വെള്ളനാട് ജില്ലാ അടക്കം പ്രസിഡന്റ് ആയിരുന്ന ഒരു ബാങ്കാണിത്. മുൻ സെക്രട്ടറി ആയിരുന്നു, സെക്രട്ടറി ഇൻചാർജ് ആയിരുന്നു മരിച്ച ഈ ഒരു ആത്മഹത്യ ചെയ്ത അനിൽകുമാർ. ഇപ്പോൾ പോലീസ് അവിടെ എത്തി. രാവിലെ തന്നെ ഈ ഒരു വിവരം അറിഞ്ഞ ഉടൻ പോലീസ് എത്തി. മറ്റേ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ ഒരു ആത്മഹത്യയുടെ പിന്നിൽ മറ്റ് സമ്മർദ്ദങ്ങൾ ഉണ്ടാവോ എന്ന കാര്യം അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ പോലീസ് ഇവിടെ എത്തി ഇൻക്വസ്റ്റ് നടപടികളും മറ്റും പൂർത്തീകരിച്ച് അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം എത്തിക്കും. അവിടെ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് പറയുന്നത്. ഇതിനൊപ്പം ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ് നിലവിൽ ഈ ഒരു ആത്മഹത്യക്ക് പിന്നിലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു കുടുംബമടക്കം ഈ ഒരു സംഭവത്തിൽ നാട്ടുകാരടക്കം ഈ ഒരു വിഷയത്തിൽ ഞെട്ടലിലാണ്. നിലവിൽ ഇൻക്വസ്റ്റ് നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻപ് കോൺഗ്രസിന്റെ ഭരണത്തിലായിരുന്ന ബാങ്ക് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാണുള്ളത്. ഈ 1.5 വർഷമായി സസ്പെൻഷനിലുള്ള ഒരാൾ ഇപ്പോൾ പെട്ടെന്നൊരു ആത്മഹത്യയിലേക്ക് പോകാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിച്ചതായോ മറ്റോ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ സാരംഗ്? അത്തരത്തിലൊരു വിവരം ലഭ്യമായിട്ടില്ല. ഇത് ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രശ്നങ്ങൾ ഉടലെടുത്തതുമായി ബന്ധപ്പെട്ടായിരിക്കണം ഇത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് കടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് വ്യക്തിപരമായ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതുകൂടി ആണോ ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് അദ്ദേഹം പോകാൻ കാരണമായത് എന്ന കാര്യം വ്യക്തമല്ല. മാത്രമല്ല, ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ്. ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്, സസ്പെൻഷൻ തുടരുകയുമാണ്. അപ്പോൾ കൂടുതൽ ഈ ഒരു സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കടുത്ത നടപടികളിലേക്ക് എന്തെങ്കിലും ബാങ്ക് കടന്നിട്ടുണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല. അതെല്ലാം ഇത്തരത്തിൽ സഹകരണ വകുപ്പിന്റെയും ഒപ്പം ഈ ഒരു പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. നിലവിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബാങ്കിന്റെ തലത്തിലടക്കം അന്വേഷണം നടക്കും. ഈ ഒരു സാമ്പത്തിക തട്ടിപ്പുമായി ഈ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മറ്റ് വ്യക്തിപരമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഭീഷണിയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളും വ്യക്തമല്ല. ഇപ്പോൾ നിലവിൽ പോലീസ് നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലും ഇപ്പോൾ ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം മാത്രമാണ് ഉന്നയിച്ചിട്ടുള്ളത്. മറ്റു വിവരങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമായി വ്യക്തമാവുകയുള്ളൂ. തിരുവനന്തപുരം വെള്ളനാട് സർവീസ് സഹകരണ ബാങ്കിലെ മുൻ സെക്രട്ടറി ഇൻചാർജാണ് ആത്മഹത്യ ചെയ്തത്. വെള്ളനാട് വെള്ളൂർപ്പാറ സ്വദേശി അനിൽകുമാർ. അടുത്ത വർഷം മെയ്യിലായിരുന്നു അദ്ദേഹം വിരമിക്കാനിരിക്കുന്നത്. ഈ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് 1.5 വർഷമായി ഇദ്ദേഹം സസ്പെൻഷനിലായിരുന്നു. വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് എത്ര ആത്മഹത്യ നടന്നു എന്നതാണ്. ആനാട് ശശിയുടെ മരണം ഉൾപ്പെടെ പലതും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാ മറ്റൊരു സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒരു ആത്മഹത്യ കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്.